നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്ന ദിവസമാണ്. വിഷ്ണു ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ഉത്തരം പറയാം. നമസ്കാരം സർ, എല്ലാവർക്കും നമസ്കാരം. സർ, RBI ഇൻട്രസ്റ്റ് റേറ്റിനെ ഇൻക്രീസ് ചെയ്യും എന്ന് നമ്മൾ എതിർനോക്കി, പക്ഷെ അവരത് ചെയ്തില്ല. ഓൺ ദി അതർ സൈഡ് ഡോളർ അകത്ത് കൊണ്ടുവരാൻ ഈ ബോണ്ട് G6 ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ടാക്സ് റെഡ്യൂസ് ആവും. അത് വന്നിട്ട് ഫൈനാൻസ് മിനിസ്ട്രി RBI എന്ത് ചെയ്തിരിക്കുന്നതെന്നാൽ നിങ്ങൾ NRIയുടെ ഫണ്ടിന് കയ്യിൽ കാല് വിളുന്ന് ബാങ്കിൽ നമുക്ക് കൊണ്ടുവരുവാണെങ്കിൽ തിരികെ ഒരു ഹെഡ്ജിങ് ഇരിക്കുമല്ലേ. ഇപ്പോൾ NRI കാശ് കൊടുത്ത് ഇവിടെ രൂപയെ മാറ്റിന്ന് വെച്ചോ, അതും അല്ലാതെ തിരികെ 120 ലക്ഷത്തിന് ഇപ്പോൾ റീച്ച് ആയിന്ന് വെച്ചോ, ബാങ്കിന് നഷ്ടമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ്ജിങ് കാശിന് ഞങ്ങൾ എടുക്കാം. അതായത് റിസർവ് ബാങ്ക് വിൽ ബിയർ ദി ഹെഡ്ജിങ് ലോസ്. അതായത് ഞാൻ ഇന്ന് $1 കൊടുത്ത് $1 കൊടുത്ത് 100 രൂപ വാങ്ങി എന്നാൽ 3 വർഷം കഴിഞ്ഞ് 100 രൂപയ്ക്ക് ഡോളർ RBI തരും. സർ, ഇത് ലിറ്ററലി ഡോളർ സ്വാപ്പ് തന്നെയല്ലേ സർ? അതെല്ലാം ഞാൻ പറയുന്നത് ഹെഡ്ജിങ് കോസ്റ്റ് അല്ലേ. ബാങ്ക് കൊണ്ട് അത് പറയാൻ പറ്റൂല. ഇപ്പൊ 100 രൂപ ആയിന്ന് വെച്ചോ, 20 ആയാൽ കൂടെ ഡോളർ അവർ 120 കൊടുത്ത് തന്നെ ആവണം. RBI എന്ത് പറയുന്നതെന്നാൽ 120 രൂപ നഷ്ടത്തിന് ഞാൻ എടുക്കാം, 100 രൂപയ്ക്ക് വാങ്ങിക്കോ. അതെ, 100 രൂപയ്ക്ക് വാങ്ങിക്കോ, എടുത്തിട്ട് വന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ഒക്കെ എന്ത് ചെയ്യുമെന്നാൽ നേരെ ഈ $10,000 വച്ചിരിക്കുവാണെങ്കിൽ അവർക്ക് 90,000 ലോൺ കൊടുത്ത് 8,000 ഡെപ്പോസിറ്റ് ചെയ്യും. അവർക്ക് ഒരു പങ്ക്, ബാങ്കിന് കുറച്ച് ഷോർട്ട് പെൻഡിങ് ഇരിക്കും. മാർക്കറ്റ് ഫാൾ എന്നത് അറസ്റ്റ് ആവുമ്പോ അതൊക്കെ ക്ലിയർ ആവും. ഡോളർ വരാൻ തുടങ്ങുമ്പോ സർ ഡോളർ വരും. ഇതിനൊന്നും ഒരു പാടില്ല. ഇന്നൊന്ന് എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ മേയർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഓൺലി ഫോർ ഫോറിനേഴ്സ്, അതായത് ക്ലിയർ കേൾക്കണം, ഓൺലി ഫോർ ഫോറിനേഴ്സ്, മാൻ ആൻഡ് നോൺ റെസിഡന്റ് ഇന്ത്യൻ ബോണ്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ UDS ഇല്ല, ഇൻകം ടാക്സ് ഇല്ല വട്ടിക്ക്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ചെയ്യുവാണെങ്കിൽ പ്രോഫിറ്റ് ഇല്ല, ബട്ട് അതിന് വരില്ല. കാരണം നീ കൊടുക്കുന്നത് 7% വട്ടി. ഹെഡ്ജിങ് എന്ന ഇവരെ കണക്ക്. അതും അമേരിക്കയിലിരുന്ന് ഇൻട്രസ്റ്റ് കയറുമെന്ന് പറഞ്ഞാണ് പണ്ടേയും കെട്ടിയിരിക്കുന്നത്. പക്ഷെ ബോണ്ടിനകത്ത് വലുതാ വരില്ല. അത് നമ്മളെ തന്നെ വരാൻ വയ്ക്കണം. ഗവൺമെന്റിന് ആവശ്യമുള്ളത് തന്നെ അകത്ത് വരാൻ വെച്ച് 10 ബില്യൺ 20 ബില്യൺ ഇരിക്കും. അതിൽ വലുതായിട്ട് കാശ് വരില്ല. ഈ ഡെപ്പോസിറ്റിൽ വരും ഒരു 30-40 ബില്യൺ വരും. ഒരു വാരത്തിൻ്റെ ഇതല്ലേ. ബൈ സെൽ, അടുത്ത സെൽ എന്ന് പറയുന്നത് 1 വീക്കിൻ്റെ കാര്യമാണ്. ഇന്നലെ തന്നെ ഗ്രോയിൽ കുറച്ച് അടിച്ചിരിക്കുന്നു. അതിൽ വന്നിട്ട് നാസ്ഡാക്ക് കുറച്ച് ഇറങ്ങിയിരിക്കുന്നു. അതായത് 5% ഇറങ്ങിയിരിക്കുന്നത്. അത് ഇറങ്ങി നമുക്ക് എന്ത് വേണം? 300 പോയിന്റ് കയറും. നാളെ ഒരു 400 പോയിന്റ് കയറും. തിങ്കളാഴ്ച സെൻസെക്സ് ഇല്ല, ഞാൻ പറയുന്നത് നിഫ്റ്റി. നിഫ്റ്റി 400 പോയിന്റ് തുറന്ന ഉടനെ താഴെ ഇറങ്ങും. അതിന് ശേഷം നിങ്ങളെ കാശിന് എടുത്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് അങ്ങനെ നിങ്ങളെ കാശിന് എടുത്തുകൊണ്ടെന്ന് അതിനെ ഇട്ട് ശരി ചെയ്യും. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം സർ. ഇപ്പൊ മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ മുമ്പേ പറഞ്ഞായിരുന്നു. പുതിയ തലമുറയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ കാറിന് ഓട്ടുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്കിൽ കാശിടുന്നത്, ദെൻ അതിൽ നിങ്ങൾ ഡ്രൈവർ വെച്ച് ഓട്ടുവാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇടുന്നത് പോലെ തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ മാർക്കറ്റ് വിടുന്നുകൊണ്ടേയിരിക്കുന്നു. ഇറങ്ങണമല്ലേ സർ? യെസ് നോ. ഒരു സ്റ്റോക്കിനെ ചൂസ് ചെയ്യാൻ അറിയില്ല. എനിക്കിരിക്കുന്ന ഒരേ ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ ഒരു ഡ്രൈവറിനെ വെച്ച് കാർ ഓട്ടിക്കുന്നതല്ലേ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ 3 ചീട്ട് മങ്കാത്ത പോലെയാണ്. അത് 3 ചീട്ടാട്ടം. എനിക്ക് രാശിയില്ല, കറക്റ്റായ ചീട്ടിനെ എടുക്കൂല എന്ന് രാശി കൊടുത്ത് ആളെ ചെയ്യാൻ പറയുന്നു. അത് തന്നെ സർ മ്യൂച്വൽ ഫണ്ടും. അവർക്ക് കാർ ഓട്ട അറിയാമെന്ന് നിനക്കറിയാമോ? നീ ഡ്രൈവർ, നിനക്ക് ഓട്ട അറിയത്തില്ല എന്ന് നീ സമ്മതിക്കുന്നു. ഈ ചാമ്പ്യനെ കൊടുത്ത് ഓട്ടെന്ന് പറഞ്ഞല്ലേ ഒരാളടുത്ത്. അവർക്ക് കാർ ഓട്ടിക്കാൻ അറിയാമെന്ന് നിനക്കെങ്ങനെ അറിയാം? അത്രയും ദൂരം ആ കാർ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നല്ലേ? അതെ. നിനക്ക് കാർ ഓട്ട അറിയാമോ എന്ന് അവർക്കറിഞ്ഞാ നീ തന്നെയല്ല കാർ ഓട്ടിക്കുമല്ലോ. സർ, അപ്പൊ ഈ ഫണ്ട് മാനേജറിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ അറിയുന്നത് കാട്ടിലും ആ ഡ്രൈവ് ചെയ്യുന്നത് ഈസി നിങ്ങൾ പറയാൻ വരുന്നു അല്ലേ? ആ ഫണ്ട് മാനേജറിന്റെ കാപ്പബിലിറ്റി നീ ഇങ്ങനെ പറയും. പെർഫോമൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം റിട്ടേൺ എടുക്കുവാണെങ്കിൽ അടുത്ത വർഷം റിട്ടേൺ എടുക്കണം എന്ന ആവശ്യമില്ല. ഓക്കെ സർ, ഫൈൻ. അപ്പൊ ഞാൻ തിരികെയും ഈ ചോദ്യത്തിൽ ഞാൻ ഗോളിനെ വിട്ടു. ആക്ച്വലി സ്പീക്കിംഗ് ഇത് എന്റെ സൈഡ് ഗോൾ അടിക്കുന്നു വിചാരിച്ചു. ഓക്കെ സർ, കറക്റ്റ് തന്നെ നീ പറയുന്നത്. കാർ ചാടി കൊടുക്കാൻ നീ റെഡി, ലൈസൻസ് നോക്കുമല്ലേ, അതുപോലെ നീ എന്ത് നോക്കിയാണ് ഇവിടെ കൊടുക്കുന്നു? അതായത് പെർഫോമൻസ് വെച്ച് നോക്കുമല്ലോ സർ. ഫണ്ട് മാനേജർ ആരെന്നേ പറയാൻ പറ്റൂല, വിളിച്ചോണ്ട് പോട്ടാ. പറയാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സർ. ഒരുപാട് ഫണ്ട് മാനേജേഴ്സ് ഇരിക്കും, നിങ്ങൾ അസറ്റിനെ മാനേജ് ചെയ്യുമെന്നൊക്കെ പറയും. അവർ എന്ത് പഠിച്ചിരിക്കുന്നു, എന്താണ് ഡിഗ്രി, ഏത് സ്റ്റോക്കിനെയാണ് ഗില്ലി പോലെ എടുത്തിരിക്കുന്നു, എന്തെങ്കിലും നിനക്കറിയാമോ? ഇത് ഞാൻ അവരെ ജാതകത്തിനെ നോക്കുന്ന ബദലായിട്ട് ഞാൻ സ്റ്റോക്കിന്റെ ജാതകം നോക്കിയെങ്കിലും മതി സർ. ഇന്ന് മ്യൂച്വൽ ഫണ്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ആരെങ്കിലും സൊമോറ്റോ വാങ്ങുമോ?
പക്ഷെ അങ്ങനെ അത് വാങ്ങുന്നു. അങ്ങനെ നോക്കിയാ സ്റ്റീൽ എടുത്ത് വച്ചിരിക്കുന്നല്ലേ. എന്നാ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇരിക്കുന്നു. ലാഭം വരുന്ന ഈ കമ്പനി അഡ്ജസ്റ്റ് വിട്ട് തന്ന് മാലിന്യങ്ങൾ എന്ത് പറയുന്നു എവിറ്റാന്ന് പറഞ്ഞാലേ വേസ്റ്റ്. ഇതിലെടുത്ത് കുപ്പയിലിടാനാണ് പറയുന്നത്. ഇതിൽ നല്ല സ്റ്റാർട്ട് ചെയ്തു. എന്താണ് സ്റ്റാർട്ട് ചെയ്തവർ പാരഷൂട്ടിലിട്ട് ജമ്പ് ചെയ്തു. ഇപ്പോൾ ഒരുപാട് IPO വരുന്നതൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നു. ഓയോ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPO ഉണ്ടായിരുന്നു. അതായത് ബൈജുക്ക് ഒരുപാട് കടനായി. ഇപ്പോഴത്തേക്ക് നിങ്ങളടുത്തും മ്യൂച്വൽ ഫണ്ട് എടുത്തും കാശിരിക്കുന്നു. ബൈജുക്ക് ഒരു IPO ഇട്ട് നിങ്ങളെ കാശിനെ അവിടെ ട്രാൻസ്ഫർ ചെയ്യും. ഒരു കുക്കു FM IPO വരുന്നു. ഇതിനുള്ള റിയൽ കോമഡി എന്തെന്നറിയാമോ നിനക്ക്? രാജേഷ് എക്സ്പോർട്സ് അതെ അത് തന്നെ വരുന്നു സർ. അതാണ് ഒരു ചോദ്യമായിട്ട് ഞാൻ വച്ചിരിക്കുന്നത് സർ. ഫോട്ടോ ഒക്കെ നോക്കിയായിരുന്നോ? അതിലിപ്പോൾ ഒരു ഫോട്ടോ വൈറലാ ചെന്നുകൊണ്ടിരിക്കുന്നല്ലേ? ആരോ കട്ടിപ്പിടി വൈദ്യം ചെയ്യുന്ന ഫോട്ടോ വൈറലായിട്ട് ചെന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല സാർ. ഓക്കെ സർ, ഞാൻ അതിനോട്ട് വരാൻ സർ. കുറെ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് രാജേഷ് എക്സ്പോർട്സിൽ വരാൻ സർ. രണ്ട് സർ അതിന് മുമ്പ് അതിന്റെ വില പെട്ടത് താളിറങ്ങിയല്ലേ? ബോണസ് കൊടുത്തിരിക്കുന്നു. അത് അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാക്കാൻ പറ്റുന്നു സർ. ചഞ്ഞാൽ ടാറ്റ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങള് ടാർഗറ്റ് വന്നിട്ട് 10 times ഫ്രം ഹിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നിട്ട് പോട്ട് കുറച്ച് അകത്ത് എൻ്റർ ആഹാമ ഓക്കെ ഇരിക്കട്ടെ. ഇതുപോലെ അവൻ്റെ അണ്ണൻ ഒരു കമ്പനി നടത്തിയായിരുന്നു. അയാൾ ഒരു കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു. 2019 ചെയ്ത ടേൺ ഓവർ അത് ഇപ്പം തന്നെ ചെയ്യുന്നു. ഓട്ടോമോട്ടർ കമേഴ്ഷ്യൽ വെഹിക്കിൾ 2019 ടേൺ ഓവറിന് 27 ഇപ്പോൾ തീർന്നു. 7 കൊല്ലം ആകുന്നു. 7 വർഷത്തിൽ 1000% ചെയ്ത് അതിൻ്റെ കയ്യും കാലും പിടിച്ച് ആർക്കോ ശരിയല്ലാതെ ഇവിടുന്ന് 50% വിളുവാണെങ്കിൽ അത് നോർമൽ നടക്കുന്നതല്ലേ സർ? ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ മുമ്പിൽ കൂടെ TVS പറഞ്ഞ ടാറ്റ മോട്ടോഴ്സിലും TVS നോക്കിണ്ടേ വന്നു. 63 രൂപയ്ക്ക് അത് ചെന്നായിരുന്നു TCS. ട്രെൻഡ് 63 രൂപയ്ക്ക് ചെല്ലുവാണെങ്കിൽ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമെങ്കിൽ നീ കൺസിഡർ ചെയ്യും. ഈ ICU പോലെ നീ ICUയിൽ ചെല്ലുന്ന പോലെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നീ അതിനെ കൺസിഡർ ചെയ്യാതെ കൺസിഡർ ചെയ്യുമോ ചെയ്യൂല്ലയോ? നീ അപ്പം പേടിച്ച് തൊടൂല. വിളിക്കണം, വാ 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 എന്ന് പറഞ്ഞ് വിളിക്കണം. ഈ പറയുമില്ല സാർ പിന്നെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നീ ഒളിവാകും. 4000 രൂപയ്ക്ക് ഞാൻ വാങ്ങുന്നു എന്ന് പറയുന്ന ആൾ 63 രൂപ കണ്ട ഉടനെ ഓക്കെ സർ, ഞാൻ ഈ സ്റ്റോക്കിനെ വെച്ച് അടുത്തതിൽ വരുന്നു ITC. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കുകളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങളിതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ഇനിയും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.